പുതിയ പിണ്ടാവാണ്. എന്റെ ദൈവമല്ലേ, അങ്ങനെ നമ്മൾ ഇതിന്റെ അകത്ത് ആയിരിക്കുവാണെങ്കിൽ ദൈവം ഇതിന്റെ അകത്ത് എന്തെല്ലാം പ്രവൃത്തി ചെയ്യും നമുക്ക് പറയാൻ പറ്റൂ. ഹലോ, സ്വന്തം നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ, പുതിയ പിണ്ടമാണ്. ആമേൻ, എന്ത് ചെയ്യണം? പുതിയ പിണ്ടം. ഹല്ലേലൂയ. പുതിയ നിയമ ദൈവസഭ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, എന്ത് ചെയ്യണം? പുതിയ പിണ്ടമാണ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോ നമ്മുടെ ഹൃദയം എന്തായിരിക്കണം? പുതിയ പിണ്ടമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, അയ്യോ അങ്ങനെ ആ എന്തെങ്കിലും അവത്താൽ ചതിയെ പറ്റിപ്പോകാതിരിക്കാൻ പറയാണ്, പഴയ പുളിമാവിനെ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. പഴയ പുളിമാവിനെ നമുക്ക് പ്രയോജനമുള്ളതല്ലേ അല്ലെന്നോർത്ത് സ്വന്തം ചെയ്യാൻ വേണ്ടിയാണ്. പഴയ പുളിമാവ് എന്ത് ചെയ്യണം? നീക്കിക്കളയണം. ദൈവത്തിന്റെ വഴിയെ നമ്മൾ ജീവിതത്തിൽ അങ്ങും ഇങ്ങും നോക്കാതെ, മറ്റാരെയും നോക്കാതെ, കർത്താവിന്റെ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ആരെയും നോക്കണ്ട, ഏതെല്ലാം ഭാഗങ്ങൾ വന്നാലും നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇങ്ങനെ പറയുന്ന ഒറ്റ വാക്യം എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായി. നിങ്ങൾ ഓർക്കുമ്പോൾ സുവിശേഷ വേല അത്ര പട്ടുമെത്തൊരു അനുഭവമല്ല, നേരമാക്കിന് ചെയ്താൽ പട്ടുമെത്തൊരു അനുഭവമല്ല. ആമേൻ, പിശാചിന്റെ ആമേൻ കോട്ടയ്ക്ക് തീരുന്ന പരിപാടിയാണ്. പിശാച് അടങ്ങിയിരിക്കത്തില്ല. നീ ചെയ്യുമ്പോ ചിലപ്പോ നിനക്ക് ദോഷം വരുത്താൻ തോന്നും, അതൊന്നും നിന്നെ കേട്ടില്ല. അങ്ങനെ ദൈവത്തിന്റെ വചനം പറയാണ്, 2 കൊരിന്ത്യർ പറയാണ്, കഷ്ടങ്ങൾ പെരുകുന്തോറും ആശ്വാസം വരികയാണ്. ദൈവദാസന്മാർക്ക് കഷ്ടമുണ്ട്, പക്ഷേ കഷ്ടങ്ങൾ വരുന്തോറും ആശ്വാസം വരിക. ഹലോ, അവരെ കലർത്തുന്നത് സ്വാതന്ത്ര്യം ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വരും, കഷ്ടങ്ങളുണ്ട്, പക്ഷെ ആ കഷ്ടങ്ങൾ നിന്നെ മൂടിക്കളയത്തില്ല. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് ചിലതിനോട് അവൻ നീ വിസ്താരത്തിൽ തുറക്കാൻ പറയുക. നിന്റെ കഷ്ടങ്ങൾ നിന്നെ മൂടിക്കളയാനല്ല, കഷ്ടങ്ങൾ പെരുകുന്നോറും ആശ്വാസം പെരുകുന്ന ഒരു ദൈവം നിന്റെ സമീപയായി നിൽക്കുക. അത് നീ കാണാൻ പോകുക, അത് നീ അനുഭവിക്കാൻ പോകുക, അതിന്റെ തേജസ്സിലേക്ക് വരിക, അതിനെ നടത്തുന്നതായി സ്തോത്രം ചെയ്യുകയാണ്. വെളിപ്പെടുത്തുവാനാണ് എന്റെ ദൈവം ശക്തനായിരുന്നു. നിങ്ങളെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളൊരു 15 മിനിറ്റ് ഇരുന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ അടുത്തായി പ്രശ്നങ്ങളെ നോക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറായ ദൈവമല്ലേ നിന്റെ അടുത്ത് ഇറങ്ങി വന്ന് സംസാരിക്കാൻ എന്റെ ദൈവം ശക്തനായെന്ന് സ്തോത്രം. അതുകൊണ്ടല്ലേ നമ്മൾ തളരാതെ നിൽക്കുന്നത്. എല്ലാ വിഷയങ്ങൾ വന്നാലും തളരാതെ നിൽക്കുന്നതിന്റെ അനുഭവം അതല്ലേ. അതുകൊണ്ട് പറയുകയാണ്, ആമേൻ, അതിന്റെ പഴയ പുളിമാവ് കൊണ്ടല്ല, പഴയ പുളിമാവ് നിനക്ക് പ്രയോജനം വരുത്തുന്നതല്ല. ആമേൻ, ഹല്ലേലൂയ. പഴയ പുളിമാവ് നിനക്ക് അത് ഉപകാരമായി വരത്തില്ല. നിനക്ക് തോന്നും ആമേൻ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാമെന്ന്. അഡ്ജസ്റ്റ്മെന്റ് ഇനി നടക്കത്തില്ല. മനുഷ്യനാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കും. ആമേൻ, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അഡ്ജസ്റ്റ്മെന്റ്